അപ്പോൾ ഞാൻ ഒരവസരത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ കൂടെ അബുദാബിയിൽ പോയി. അങ്ങനെ അവിടുന്ന് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിന് ശേഷം ഈടടുത്ത് 2006 ഞാൻ വീണ്ടും വിസിറ്റിങ്ങിന് പോകേണ്ടി വന്നു അബുദാബിയിൽ. അങ്ങനെ അവിടെ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു മജ്ലിസ് നടക്കുന്നൊരു സ്ഥലമുണ്ട് അബുദാബിയിൽ. ബനിയാസ് പോയവർക്കൊക്കെ അറിയാം. കണ്ണൂർക്കാരനായ ഉമർ ഹാജി, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അയാൾ തബ്ലീഗ് ആശയക്കാരനാണെന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നെ കൊണ്ടായ ആള് പറഞ്ഞ് ഉമറാജിനെ കണ്ടാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധിക്കും എന്ന് നിൽക്കാൻ പോയത്. അപ്പോൾ ഞാൻ മർക്കസിൽ പഠിച്ച ആളാണ് എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, നിങ്ങളെ നേതാവ് ഇപ്പം വരും, നിങ്ങൾക്ക് കാണാന്ന് പറഞ്ഞു. നിങ്ങൾ കാണാലെന്ന് വിചാരിച്ച് ഞാൻ കാത്തുന്നു. നോമ്പാണ്, നോമ്പറക്കാണ്. അവിടെ ഈ അറബി ഈ മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര കോടീശ്വരനാണ് ഇയാൾ, അറബി. അദ്ദേഹത്തിന്റെ ഖാദിമാണ് ഉമർ ഹാജി, കണ്ണൂർക്കാരൻ. നിങ്ങളെ നേതാവ് ഇപ്പം വരും, നിങ്ങൾക്ക് കാണാം, നോമ്പറന്നിട്ട് നാളെ പോകാൻ നിൽക്കുക. ഞാൻ അവിടെ തന്നെ കൂടി. നേതാവാണല്ലോ വരുന്നത്, നമ്മളെ കുറേ കാലം ഭക്ഷണമൊക്കെ തന്ന് കയ്യും കാലൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലോ വരുന്നത്. നാളൊന്ന് കാണാം എന്ന് ഞാൻ എന്താ വരുന്നതിന്റെ ലക്ഷ്യം എന്നറിയണല്ലോ. കാരണം കേരളത്തിൽ ഇങ്ങനെ മുതലക്കുളത്തും അതുപോലത്തെ മറ്റുള്ള സ്ഥലത്തൊക്കെ പറയുന്നതാ തബ്ലീഗ് ജമാഅത്തിനോ മുജാഹിദ് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയോടൊന്നും കൂടുകയോ ഭക്ഷണം കഴിക്കുകയോ സലാം പറയുകയോ എന്ന് പാടില്ല എന്ന് പറയുന്ന വ്യക്തി തബ്ലീഗ് ജമാഅത്തിന്റെ മജ്ലിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അമീറിന്റെ ഒരു അറബിന്റെ കാശ് മേടിക്കാനാണ് ഇയാൾ വരുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഹാജിനോട് പറഞ്ഞത്. അപ്പൊ നോക്കുമ്പോൾ ഒറിജിനൽ കാശല്ല വാങ്ങണത്, ഒറിജിനൽ കാശല്ല. ഈ അറബി ബാങ്കിൽ നിക്ഷേപിക്കുന്ന കാശ് ഏതാ, അതിന്റെ ബാക്കി അടിയിലെ പൈസ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് കാർട്ടൂണിനാക്കിയിട്ട് ആണ് കൊണ്ടുപോകുന്നത്. ബഹുമാനപ്പെട്ട മുക്കത്ത് ബഷീർക്ക എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ ഡ്രൈവർ. അയാൾ കാർട്ടൂണിൽ ദിർഹമുകൾ പാക്കറ്റാക്കി കൊണ്ടുപോകുന്നത് എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ്. അത് ഒരു വിഷയം. ഇങ്ങനെ കേരളത്തിൽ ഇടവണ്ണ, പരപ്പനങ്ങാടി, കോട്ടക്കലൊക്കെ പള്ളി ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ പറയാണ്ടിരിക്കലാ നല്ലത്. പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അത് വെറുതെ പറയാമെന്നാണ്. ഇൻഷാ അല്ലാഹ് കേരള യാത്രയിൽ കാണാം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ കാലും കൈയും എല്ലാത്തും ഒക്കെ ഒഴിഞ്ഞതായ ഒരാൾ ഇൻഷാ അല്ലാഹ് ഇപ്പൊ അടുത്ത് തന്നെ ടൈഗർ സുന്നി എന്നൊക്കെ നിങ്ങൾ കൊണ്ട് കേട്ടിട്ടുണ്ടാവല്ലോ, അതിന്റെ കടിഞ്ഞാണം പിടിച്ചതായ ഒരാൾ ബഷീർ ഇപ്പൊ അടുത്ത് ആക്കോട് 19-ാം തീയതി വരും. അദ്ദേഹം എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത് പറയാൻ പറ്റൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കൊട്ടപ്പുറം റസാഖിനെ കാണാൻ വേണ്ടി പോയപ്പോൾ കൊട്ടപ്പുറം റസാഖ് ചോദിച്ച്, എന്താ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, എന്റെ പെങ്ങളെ കുട്ടിന്റെ ഒരു കല്യാണമുണ്ട്. അത് നിങ്ങൾ നേതാവിനോട് പറഞ്ഞാൽ പോരെ, ഞാൻ പോകുന്ന കാര്യം ഇയാൾ അറിയില്ല. നിങ്ങൾ നേതാവിനോട് പറഞ്ഞാതില്ല, അത് മൂപ്പരങ്ങ് സലാമത്താക്കിക്കോളൂല്ലോ. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ അതിലല്ലോ. പോന്നോ? എന്തേ കാരണം എന്ന് ചോദിച്ചു. നല്ലോണം ഒഴിഞ്ഞൊടുത്തിനോന്ന് ചോദിച്ചിനോടെ. ഞാൻ പറഞ്ഞു, ഒഴിഞ്ഞതും പിടിച്ചൊന്നല്ല, അല്ലാത്തൊക്കെ ഉണ്ടായി അങ്ങേപ്പുറത്തൊക്കെ കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്ന് കേൾക്കണാന്ന് ചോദിച്ചിനോട്. ഞാനും എൻ്റെ ആൾ തന്നെ ഇനിയും. ആരാ പറയണത്? കുട്ടപ്പുറം സാത്തി കാണാനല്ല സുമുഖന, ഉണ്ടായിരുന്നല്ല. ആറസാക്ക പറയണത് ഞാൻ അതിൻ്റെ ആളെ ഇനിയും വിഞ്ഞെടുക്കണ ആളെ ഇനിയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കിടന്നു കൊടുത്തിട്ടുണ്ട് എന്ന്. കിടന്നു കൊടുത്തല്ല, കെടുത്തിയ. ഇപ്പൊ
അപ്പൊ ഇങ്ങനൊക്കെ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ആ നിൽക്കൊണ്ടാണ് സലാമത്തായി പോകുന്നത്. അല്ലാഹു തആല നല്ല വഴി കാണിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ശംസുലമയും വരക്കൽ മുല്ലക്കോയ തങ്ങളും ഒക്കെ കാണിച്ചെന്ന മാതൃകയുടെ കണ്യാത്ത് ഉസ്താദ് ഒക്കെ കാണിച്ചെന്ന ആ മാതൃകയിൽ കൂടെ ഒക്കെ ചലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളോട് പലരും ചോദിക്കും, എന്താണ് തുറന്നു പറയാത്തത്? എങ്ങനെ ഇതൊക്കെ തുറന്നു പറയാം? നമ്മളെ ഈ യൂണിഫോം അതിന് യോജിച്ചൂല, അത് തുറന്നു പറയാൻ. ചിന്തിച്ചു നോക്കിയാൽ അത് എങ്ങനെ പറയാണ്ടിരിക്കുക എന്നുള്ള നിലക്ക് പറഞ്ഞു പോയതാ. ഇതിനേക്കാളും വലുതൊക്കെ പറയാനുണ്ട്. ഞാൻ അതിന് ഇവിടെ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല. അള്ളാഹു നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്നതായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.